ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിരിക്കില്ല. അപ്പോൾ ഓണമൊക്കെ കഴിഞ്ഞ് ഓണത്തിൻ്റെ പരിപാടിയും അതിൻ്റെ തിരക്കും ക്ഷീണമൊക്കെ കഴിഞ്ഞ് എല്ലാവരും റിലാക്സ് ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ വീട്ടിൽ കുട്ടികളും ഉണ്ടാവും. അപ്പോൾ വൈകുന്നേരം ചായയുടെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ല അടിപൊളി ടേസ്റ്റും ഒരു വെറൈറ്റിയും ആയിട്ടുള്ള ഒരു കായ്പോളയുടെ റെസിപ്പിയാണ് പരിചയപ്പെടുത്തുന്നത്. കുറച്ച് നേന്ത്രപ്പഴവും സേമിയയും ഉണ്ടെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റിയ നല്ല അടിപൊളി ഒരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിലും ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അതുപോലെ തന്നെ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് കാണാം. അപ്പോൾ ഈ ഒരു സ്നാക്ക് റെഡിയാക്കാനായിട്ട് ഇപ്പോൾ ഞാനിവിടെ ഒരു 3 നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്. നല്ല വലിയ നേന്ത്രപ്പഴമാണെങ്കിൽ 2 എണ്ണമൊക്കെ മതിയാവും. അത്യാവശ്യം പഴുത്തിട്ടുള്ളതാണ്, ഓവറായിട്ട് പഴുത്തിട്ടില്ല. ഇനി ഇതിന് നമുക്ക് ഒന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഇതുപോലെ 4 കട്ട് ചെയ്തിട്ട് ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇനി ഇതിവിടെ മാറ്റി വയ്ക്കുക. എന്നിട്ട് ഒരു പാൻ നന്നായിട്ട് ചൂടാക്കി അതിലോട്ട് 2 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിലോട്ട് കുറച്ച് അണ്ടിപ്പരിപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതൊന്ന് ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് അണ്ടിപ്പരിപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ കുറച്ച് മുന്തിരി കൂടി ചേർത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് റോസ്റ്റ് ചെയ്തിട്ട് മാറ്റി വയ്ക്കാം. അപ്പോൾ ഇത് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് അതേ നെയ്യിലോട്ട് തന്നെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള നേന്ത്രപ്പഴം ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇത് നമുക്ക് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഇത് ഒരുപാട് റോസ്റ്റ് ചെയ്ത് വെന്ത് ഉടഞ്ഞു പോകുന്ന രീതിയിൽ റോസ്റ്റ് ചെയ്തെടുക്കരുത്. അപ്പോൾ ഉടയാതെ നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കുക. എന്നിട്ട് അതിനെ വേറൊരു പ്ലേറ്റിലോട്ട് മാറ്റി വെക്കാം. എന്നിട്ട് അതേ പാനിലോട്ട് തന്നെ 1 ടീസ്പൂൺ കൂടി നെയ്യ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതിലോട്ട് 1/4 കപ്പ് സേമിയ ചേർത്ത് കൊടുക്കുക. വറുത്തതായാലും വറുക്കാത്തതായാലും കുഴപ്പമില്ല. ഞാൻ എടുത്തിട്ടുള്ളത് വറുക്കാത്തതാണ്. എന്നിട്ട് അതിനൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. അപ്പോൾ റോസ്റ്റ് ചെയ്തതാണെങ്കിലും ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുന്നത് കുറച്ചുകൂടി ടേസ്റ്റി ആയിരിക്കും. അത് നന്നായിട്ട് റോസ്റ്റ് ചെയ്ത ശേഷം പിന്നെ ഇതിലോട്ട് ഒരു 1/4 കപ്പ് പാലും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഈ സേമിയ നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കും വേണം. കൂടി തന്നെ ആ ഒരു പാല് ഒന്ന് നന്നായിട്ട് വറ്റിച്ചെടുക്കും വേണം. അപ്പോൾ സേമിയം അളവ് കൂടിപ്പോയത്. അപ്പോൾ നമ്മുടെ പോള ഭയങ്കര തിക്കായിട്ടുണ്ടാവും. അപ്പോൾ കുറച്ചേ എടുക്കാൻ പാടുള്ളൂ. ഇനി ഒരു മിക്സിയുടെ ജാറിലോട്ട് 4 കോഴിമുട്ട പൊട്ടിച്ച് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതിലോട്ട് ആ ഒരു മുട്ടയുടെ സ്മെല്ലൊക്കെ മാറി നല്ലൊരു സ്മെല്ലിന് വേണ്ടിയിട്ട് 2-3 ഏലക്കായ് ചേർത്ത് കൊടുക്കുക. പിന്നെ കൂടെ തന്നെ മധുരത്തിന് ആവശ്യമുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ ഒരു 2-3 ടേബിൾ സ്പൂൺ ചേർത്തിട്ടുണ്ട്. ഇനി ഇത് മിക്സിയിൽ നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഇത് ആ മുട്ട നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ മിക്സിയിൽ ചെയ്യുകയല്ലെങ്കിൽ ബീറ്റ് ചെയ്തെടുത്താലും മതി. എന്നിട്ട് ഇതിലോട്ട് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള സേമിയം ചേർത്ത് കൊടുക്കുക. അപ്പോൾ പാലൊക്കെ നന്നായിട്ട് വറ്റിച്ചിട്ടുണ്ട് ചേർക്കുക. പിന്നെ നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു നേന്ത്രപ്പഴം, അണ്ടിപ്പരിപ്പ്, മുന്തിരി ഇതൊക്കെ ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒരു സ്പൂൺ വെച്ച് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ സേമിയം ചൂടാറിയ സമയത്തൊന്ന് കട്ട കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്ന സമയത്ത് അതൊന്ന് ലൂസായിട്ട് കിട്ടിക്കോളും. ഇനി ഇത് നമുക്ക് ബേക്ക് ചെയ്യാനായിട്ട് ഞാനൊരു ചെറിയൊരു നോൺ സ്റ്റിക്കിൻ്റെ പാനാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ സോസ് പാൻ ആണെങ്കിൽ എടുക്കാം. എന്നിട്ട് ഇതിലോട്ട് നെയ്യ് സ്പ്രെഡ് ചെയ്തിട്ട് നന്നായിട്ട് ചൂടായി വന്ന് പിന്നെ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു മുട്ടയുടെ മിക്സ് ചേർത്ത് കൊടുക്കുക. എന്നിട്ടൊരു സ്പൂൺ വെച്ച് ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക. എന്നിട്ടിത് അടച്ച് വെച്ച് ലോ ഫ്ലെയിമിൽ ഒരു 10-15 മിനിറ്റ് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കാം. ലോ ഫ്ലെയിമിൽ തന്നെ വയ്ക്കുക. അപ്പോൾ അടി കരിഞ്ഞു പോവാതെ നോക്കുക. അപ്പോൾ അങ്ങനെ കരിഞ്ഞു പോകുന്നുണ്ടെങ്കിൽ അടിയിൽ വേറൊരു പാൻ വെച്ചിട്ട് ചെയ്തെടുത്താൽ മതി. എന്നിട്ട് ഇത് കുക്കായ ശേഷം ജസ്റ്റ് ഒന്ന് ചിരിച്ചിട്ടിട്ട് 5 മിനിറ്റ് കൂടി കുക്ക് ചെയ്തെടുക്കാം. ഇതുപോലെ നല്ല സിമ്പിളും ഒരു വെറൈറ്റി നല്ല ടേസ്റ്റും ആയിട്ടുള്ള പോള നമുക്ക് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഇത് ചെറു ചൂടോടെ ചായയുടെ കൂടെ കഴിക്കാൻ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ ഒരുപോലെ ഇഷ്ടമാകുന്ന ഒരു സ്നാക്ക് തന്നെയാണിത്. അപ്പോൾ ഇതുപോലെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.